നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം PSCയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന SCRT ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ബഹിരാകാശം അല്ലെങ്കിൽ ISROയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 10th ലെവൽ പ്രിലിംസ് തൊട്ട് നമുക്ക് എല്ലാ മീഡിയത്തിലും പഠിക്കാനുണ്ട്. +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ പഠിക്കാനുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയത് കൊണ്ട് ഇത് പുതിയ ചാപ്റ്റർ ആണ്. നമ്മൾ ഇതുവരെ 5ാം ക്ലാസ് കഴിഞ്ഞ വർഷം വരെ പഠിച്ചതുപോലല്ല, ഈ വർഷം പുസ്തകം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്ന 5ാം ക്ലാസ്സിലെ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കുട്ടികളാണ് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം പഠിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, വേഗത്തിൽ തീരും. ഇവിടെ ആദ്യം നമുക്ക് അറിയേണ്ടത് നക്ഷത്ര കൂട്ടങ്ങൾ എന്താണെന്നാണ്. അപ്പൊ നമ്മൾ മാനത്തോക്ക് നോക്കുമ്പോൾ, ആകാശത്തേക്ക് നോക്കുമ്പോൾ പല നക്ഷത്ര കൂട്ടങ്ങളെ കാണാറുണ്ട്. ഓരോ നക്ഷത്ര കൂട്ടങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നക്ഷത്ര ഗണം എന്ന് അതിനെ പറയും. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗണമാണ് ആൻഡ്രോമിഡ എന്ന് ഗ്രീക്കുകാർ വിളിക്കുന്ന ഒരു രാജകുമാരി. ആ കണക്കിലുള്ള ഒരു നക്ഷത്ര കൂട്ടമാണ് ഇതാ ഈ കാണുന്നത്. അതുപോലെ ഒരുപാട് നക്ഷത്ര കൂട്ടങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അല്ലാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നക്ഷത്ര കൂട്ടമാണ് നമ്മൾ പറയുന്ന വേട്ടക്കാരൻ അല്ലെങ്കിൽ സപ്തർഷി എന്നൊക്കെ പറയുന്നത്. വേട്ടക്കാരനും സപ്തർഷിയും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേട്ടക്കാരൻ എപ്പോഴാണ് ഇത് കാണപ്പെടുന്നത്? വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്ര ഗണം ഡിസംബർ മാസത്തില് സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ, ഇതാണ് ഡിസംബർ മാസം, അതായത് ഈ മാസത്തില് സന്ധ്യയാവുമ്പം നമ്മൾ കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന ഒരു നക്ഷത്ര കൂട്ടത്തിനെയാണ് നമ്മൾ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ നക്ഷത്രങ്ങളെ എല്ലാം കൂടെ തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വേട്ടക്കാരൻ ഇങ്ങനെ അമ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇതേണ്ടി കണ്ടില്ലേ തോന്നും. അപ്പൊ ഗ്രീക്കുകാര് അവരുടെ ഐതിഹ്യപരമായിട്ട് വേട്ടക്കാരനായിരുന്ന ഓറിയോണിന്റെ പേരാണ് ഈ വേട്ടക്കാരൻ നൽകിയിരിക്കുന്നത്. അപ്പൊ ഓറിയോൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് നക്ഷത്രഗണമാണ്? വേട്ടക്കാരന്റെ രൂപമുള്ള നക്ഷത്രഗണമാണ് ഓറിയോൺ എന്ന് പറയുന്നത്. ഏത് മാസം കാണുന്നു? ഡിസംബർ മാസത്തില് സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന ഒരു നക്ഷത്ര കൂട്ടമാണ് ഓറിയോൺ എന്നറിയപ്പെടുന്ന വേട്ടക്കാരൻ. അടുത്തത് സപ്തർഷിയാണ്. അപ്പൊ സപ്തർഷി എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ്, നമുക്ക് ദൂരദർശിനിയുടെ സഹായം ഒന്നും ഇല്ലാതെ തന്നെ, അതായത് ടെലസ്കോപ്പോ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ വെറും കണ്ണുകൊണ്ട് നമുക്ക് ഏപ്രിൽ മാസത്തിൽ, ഏത് മാസം? ഏപ്രിൽ മാസത്തില് എവിടെയാ കാണുന്നത്? വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു നക്ഷത്ര കൂട്ടമാണ് സപ്തർഷി. 7 നക്ഷത്രം, സപ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 അല്ലയോ? അപ്പൊ 7 നക്ഷത്രങ്ങളുടെ കൂട്ടം എന്നറിയപ്പെടുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഇതിനെ സപ്തർഷി എന്നും, എന്നാൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു തവി പോലെ ഇരിപ്പുണ്ട് അല്ലെ, തവി പോലെ ഇരിക്കുന്നത് കൊണ്ട് വലിയ തവി എന്നർത്ഥമുള്ള ബിഗ് ഡിപ്പർ എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ഏത് നക്ഷത്ര ഗണത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ സപ്തർഷി അർസ മേജർ എന്ന് പറയുന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ സപ്തർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരിട്ട പേരാണ്. 7 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് സപ്തർഷി. ഇത് ഏപ്രിൽ മാസത്തില് വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി കാണുന്ന നക്ഷത്ര കൂട്ടമാണ്. അതുപോലെ ബിഗ് ഡിപ്പർ, വലിയ തവിയുടെ രൂപമായതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നുണ്ട്. ഏത് നക്ഷത്രക്കൂട്ടത്തിന്റെ ഭാഗമാണിത്? അർസ മേജറിന്റെ ഭാഗമാണ്. അപ്പൊ പ്രധാനപ്പെട്ട 2 നക്ഷത്ര ഗണങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ഏത് മാസം കാണുന്നതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അത് ഓക്കെ ആണല്ലോ. ഈ കൂട്ടത്തിൽ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആകാശം. നമ്മൾ പറയാറുണ്ട് എന്താണ് ആകാശം എന്ന് പറയുന്നത്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് പക്ഷികളും മറ്റ് വിമാനങ്ങളും ഒക്കെ പറക്കുന്നത്. അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് ബഹിരാകാശം അല്ലയോ? ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിന് പുറത്ത് ഈ വായു ഒന്നുമില്ല, അങ്ങനെയുള്ള സ്ഥലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ബഹിരാകാശം എന്ന് വിളിക്കും അല്ലയോ? അവിടെ പ്രത്യേകിച്ച് എന്തില്ല? സുനിത വില്യംസ് ഒക്കെ പറന്നല്ലേ നടക്കുന്നത്. അവിടെ എന്തില്ല? വായു ഇല്ല. വായു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും പറ്റില്ല അല്ലയോ? അതുകൊണ്ട് ഭൂഗരുത്വാകർഷണം ഉണ്ടോ? ഇല്ല. ഭൂമിയുടെ ആകർഷണം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരിടത്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഈ പറയുന്ന ചന്ദ്രനും സൂര്യനും എല്ലാം തന്നെ എന്താണ്? ബഹിരാകാശത്താണ് കാണപ്പെടുന്നത് ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെ? ഭൂമിയിൽ നിന്നും 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രൻ ആരാണ്? ഉപഗ്രഹമാണെന്ന് നമുക്കറിയാം അല്ലയോ? ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അപ്പൊ ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളുന്ന വലിപ്പമാണ്. അപ്പൊ ചന്ദ്രൻ ഏകദേശം ഭൂമിയിൽ നിന്നും 3.84 ലക്ഷം കിലോമീറ്റർ ആണ്. ഇനി വലിപ്പത്തിൽ നോക്കുവാണെങ്കിൽ 50 ചന്ദ്രൻ കൂട്ടിച്ചേർത്താൽ എത്രയുണ്ടോ അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇനി ഭൂമിയിൽ നിന്നും 13 ലക്ഷം
15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 15 കോടി കിലോമീറ്റർ, ഏകദേശം ഒരു 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന വലിപ്പമാണ് ഒരു നക്ഷത്രമായ സൂര്യന് ഉള്ളത്. അതുപോലെ ആൽഫ സെന്റോറി എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഏകദേശം ഒരു 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് ആൽഫ സെന്റോറി. ഭൂമിയിൽ നിന്നും ഏകദേശം 40 കോടി കിലോമീറ്റർ അകലെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പം സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ശരിക്കും അതൊരു നക്ഷത്രമാണെന്ന് തന്നെയാണ് നമ്മൾ പറയപ്പെടുന്നത്, ആണല്ലോ. ഇനി നോക്കിക്കേ, അടുത്ത നമുക്കറിയാനുള്ളത് ഇവിടെ ബഹിരാകാശ നിലയത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല, എന്തായാലും അത് ചോദിക്കാനും പോകുന്നില്ല. സ്പേസ് സ്റ്റേഷൻ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. നിരീക്ഷണങ്ങളൊക്കെ സ്പേസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലബോറട്ടറിയാണ്, സ്പേസിലുള്ള ഒരു ലബോറട്ടറിയാണ് എന്തെന്ന് പറയുന്നത് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിലുള്ളവരും അവിടെ പോയിട്ടുണ്ട്, അല്ലയോ, പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. നാസ, ISRO അല്ലെങ്കിൽ ESA പോലെയുള്ള എല്ലാ അന്താരാഷ്ട്ര സ്പേസ് ഏജൻസികളിൽ നിന്നും ആൾക്കാരെ വിടുന്നത് എവിടേക്കാണ്? നമ്മുടെ ഈ സ്പേസ് സ്റ്റേഷനിലേക്കാണ്. ഇനി അടുത്ത ചന്ദ്രനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ്, ആണല്ലോ. ഏറ്റവും അടുത്ത് ഭൂമിയിൽ കാണപ്പെടുന്ന ആകാശഗോളം ചന്ദ്രനാണ്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഇല്ല. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗ്രഹങ്ങളെ ചുറ്റുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഉപഗ്രഹം എന്ന് വിളിക്കും, ആണല്ലോ. ഗ്രഹത്തെ ചുറ്റുന്ന എന്താണോ ഉള്ളത്, ആകാശഗോളമാണോ ഉള്ളത്, അതിനെ നമ്മൾ വിളിക്കും ഉപഗ്രഹം എന്ന് വിളിക്കും. ഇപ്പൊ ഭൂമിയെ ചുറ്റുന്ന ആളാണ് ചന്ദ്രൻ, അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ആരാണ്? ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന് പറയാം. അതുപോലെ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ ചന്ദ്രന്റെ പ്രകാശം കാണുന്നത്, അല്ലാതെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് ഇല്ല. ഇനി നോക്കിയേ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാ? സൂര്യനാണ്. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. അതുപോലെ സൂര്യനെ പോലെ ഒരുപാട്, ഇപ്പൊ നമ്മൾ ആൽഫ സെന്റോറി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്, സൂര്യനെ പോലെ തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് സൂര്യനാണ്, ആണല്ലോ. അപ്പൊ നക്ഷത്രങ്ങളുണ്ട്, അവയെ ചുറ്റുന്ന ഗ്രഹങ്ങള്, അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങള്, അങ്ങനെ പല കാര്യങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പൊ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളം നക്ഷത്രം. എന്താണ് ആ നക്ഷത്രത്തിന്റെ ഡെഫിനിഷൻ? സ്വയം പ്രകാശിക്കാൻ അവർക്ക് കഴിയും. ഇപ്പൊ സൂര്യൻ ഉൾപ്പെടുന്ന എല്ലാ നക്ഷത്രങ്ങൾക്കും എന്തിനുള്ള കഴിവുണ്ട്? സ്വന്തമായി പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പൊ അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? അതൊക്കെ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ ആകാശത്ത് നമ്മൾ നോക്കിയാൽ ഗ്രഹങ്ങളെയും അതുപോലെ നമ്മുടെ നക്ഷത്രങ്ങളെയും തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ആകാശം നോക്കുന്ന സമയത്ത് മിന്നുന്നതെല്ലാം നക്ഷത്രങ്ങൾ, എന്നാൽ മിന്നാതെ പ്രകാശിച്ചു നിൽക്കുന്നതെല്ലാം ഗ്രഹങ്ങളാണ്. കാരണം നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശം വന്ന് ഗ്രഹത്തിൽ വീഴുമ്പോഴാണ് നമുക്ക് ഗ്രഹങ്ങൾ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ ഒരിക്കലും അത് മിന്നത്തില്ല. മറ്റതിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് മിന്നുകയും കെടുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അത് നക്ഷത്രങ്ങള്. മിന്നാതെ നിൽക്കുന്നതെല്ലാം ഗ്രഹങ്ങളുമാണ്. അപ്പൊ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. അതുപോലെ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ചന്ദ്രനെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ട് കാണാൻ കാരണം എന്താ? ഭൂമിയെ ചുറ്റുന്നത് കൊണ്ടാണ്. അപ്പം ഗ്രഹങ്ങളെ ചുറ്റുന്നതാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ കഴിവില്ലാത്ത ഒരു ഉപഗ്രഹമാണ്, അല്ലെങ്കിൽ എല്ലാ ഉപഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശിക്കാൻ കഴിവില്ല, അത് നക്ഷത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പൊ സൗരയൂഥത്തിലേക്ക് പോകാം. സൗരയൂഥത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, അല്ലയോ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, മറ്റു ഉപഗ്രഹങ്ങൾ, അനേകം വസ്തുക്കൾ, ആകാശഗോളങ്ങൾ എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും അല്ലെങ്കിൽ ഭൂമി സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെ ചുറ്റുന്നതും ഒക്കെ ഉള്ള ഒരു പാത്തുണ്ട്. ആ പാത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓർബിറ്റ് എന്ന് വിളിക്കും, അല്ലയോ? ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഭൂമി സൂര്യനെ ചുറ്റുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതൊക്കെ ഒരു പർട്ടിക്കുലർ സഞ്ചാര പാതയിലൂടെയാണ്. ആ പാതയെ നമ്മൾ വിളിക്കും പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്ന് വിളിക്കും. ഇനി നമുക്കറിയാം സൗരയൂഥത്തില് 8 ഗ്രഹങ്ങളാണ് നിലവിലുള്ളത്. സൂര്യന് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ, അല്ലയോ? സൂര്യൻ ഏറ്റവും അടുത്തതാണ് ബുധൻ. അതിനുശേഷം സൂര്യനോട് തൊട്ടടുത്തിരിക്കുന്നത് ശുക്രനാണ്. നമ്മുടെ സ്ഥാനം എത്രയാ? 3-മതാണ്, അല്ലയോ? അപ്പൊ 3-മത്തെ സ്ഥാനം, സൂര്യനോട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഭൂമി. അതിനുശേഷം ചൊവ്വ, ദെൻ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത്രയുമാണ് സൗരയൂഥത്തിലുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സൂര്യൻ അടുത്ത് നിൽക്കുന്നത് ബുധൻ, ഏറ്റവും അടുത്ത നെപ്റ്റ്യൂൺ ആണ്, നമ്മുടെ സ്ഥാനം 3-മതാണ്. ഇനി നോക്കാം, ഇനി താഴോട്ട് വരുന്ന സമയത്ത് കൃത്രിമോപഗ്രഹങ്ങൾ. എന്താണ് കൃത്രിമോപഗ്രഹം? നമ്മളിപ്പം ഡെയിലി കാണുന്നതാണ്, അല്ലെ? സാറ്റലൈറ്റ്സ് അയക്കാറുണ്ട്. അപ്പം എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ? ഉപഗ്രഹം നമ്മൾ പറഞ്ഞു, അല്ലയോ? അത് നമ്മളൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ ചന്ദ്രനെ. അപ്പം പണ്ട് തൊട്ടേ സൃഷ്ടിച്ചിരിക്കുന്ന സാധനമാണ് ചന്ദ്രൻ.
അത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കൃത്രിമമായിട്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കാം. അതിനെയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹം എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ, ഒരു ക്യാമറയൊക്കെ ഘടിപ്പിച്ചിട്ട് ഭൂമിയുടെ ചിത്രം എടുക്കണമെങ്കിൽ നമ്മൾ ഒരാളെ ഉണ്ടാക്കി മുകളിലേക്ക് വിടണം ആണല്ലോ. അപ്പൊ ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ചിട്ട് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭൂമിയെ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹം അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഒന്നാണ് GPS. നമ്മുടെ ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS പോലെയുള്ള സംവിധാനം. നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്നു. ഇതൊക്കെ നടപ്പിലാക്കുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളിലൂടെയാണെന്ന് അറിയാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. എന്തിനൊക്കെ സഹായിക്കുന്നതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും. ഇൻസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഇൻസാറ്റ് എന്ന് പറയുന്ന കൃത്രിമ ഉപഗ്രഹം വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഇൻസാറ്റ് എന്തിനാണ്? വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. എഡ്യൂസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് അയച്ചത്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും. IRNSS എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷൻ നിർണ്ണയിക്കാൻ, ഗതി നിർണ്ണയത്തിന് വേണ്ടിയിട്ടും. കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടി, ഭൂമിയെ നിരീക്ഷിക്കാനാണ് കാർട്ടോസാറ്റ് എന്ന് പറയുന്ന കൃത്രിമ ഉപഗ്രഹം വിട്ടത്. ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജ്യോതിഷ പഠനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടും. ജിസാറ്റ് 7ഉം എമിസാറ്റും ഒക്കെ ഡിഫൻസ് അഥവാ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുമാണ് ഇന്ത്യ കൃത്രിമ ഉപഗ്രഹം അയച്ചത്. അപ്പൊ ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് എന്തിനാ? വിദ്യാഭ്യാസം. IRNSS ഫുൾ നെയിം പഠിച്ചു വെക്കണം, ഗതി നിർണ്ണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. ജിസാറ്റ് അഥവാ എമിസാറ്റ് പ്രതിരോധത്തിന് വേണ്ടിയിട്ടും. അപ്പൊ ഇത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ IRNSS എന്ന് പറയുന്നതിന്റെ ഫുൾ നെയിം എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. അപ്പൊ GPS പോലെ തന്നെ നമുക്ക് GPS പകരമായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ GPS സമാനമായ സംവിധാനം ഏതാണ്? IRNSS. എന്താ ഫുൾ നെയിം? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇനി നമുക്ക് റോക്കറ്റ് എന്താണെന്ന് അറിയണം. എല്ലാവർക്കും റോക്കറ്റ് എന്താണെന്ന് അറിയാം. ഇപ്പൊ കൃത്രിമ ഉപഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെങ്കിലും ഈ ഉപഗ്രഹത്തെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു വാഹനം വേണം. ആ വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് വിളിക്കുന്നത് ആണല്ലോ. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് എന്ത്? റോക്കറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇത്രയും നേരം പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ്സ് മാത്രം നോക്കുക. ഇനി ISROയിലേക്ക് വരാം. ISRO എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. 1969 നിലവിൽ വന്ന ISRO എന്ന് പറയുന്നത് ആണല്ലോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതുപോലെ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും 2 എണ്ണമാണ് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഏതൊക്കെയാണ്? ഒന്ന് തുമ്പയിലാണ്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. അത് നമ്മുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ, അല്ലയോ? തുമ്പ നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇത് നിലവിൽ വന്ന ഡേറ്റ് 1963 നവംബർ മാസം 21-ാം തീയതിയാണ്. ഇവിടെ നിന്ന് ആദ്യം വിട്ട ആ റോക്കറ്റ് ഏതാ? നൈക് അപ്പാച്ചെ, അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള നൈക് അപ്പാച്ചെ ആണ് ഇവിടെ നിന്ന് ആദ്യമായി വിട്ട റോക്കറ്റ് എന്ന് പറയുന്നത് 1963 നവംബർ 21-ന്. അപ്പൊ കേരളത്തിൽ തുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിലത്തെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. അതുപോലെ 1963 നവംബർ 21-ന് ഇത് സ്ഥാപിതമായി. അപ്പൊ സൗണ്ടിങ് റോക്കറ്റ്സ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇപ്പം ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അഥവാ മറ്റൊരു പേര് ഷാർ എന്നായിരുന്നു. നേരത്തെ ഇതിന്റെ പേര് SHAR, ഷാർ എന്നായിരുന്നു. ഇപ്പം നിലവിലത്തെ പേരെന്താ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ്. ആന്ധ്രാപ്രദേശിലാണ്, ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് വിക്ഷേപണ തറയാണിത്. ഓക്കെ, 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചതാണിത്. 2 വിക്ഷേപണ തറകളാണ് ഇതിനുള്ളത്, 2 വിക്ഷേപണ തറകൾ. ഓക്കെ ആണല്ലോ. അപ്പൊ സതീഷ് ധവാൻ സ്പേസ് സെന്ററും തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവുമാണ് നമ്മുടെ ISROയുടെ 2 റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇതിനകത്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഇത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്.
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ വിക്രം സാരാഭായ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു വിക്രം സാരാഭായ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പ്രീവിയസ് ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തുമ്പ ഇക്വറ്റോറിയൽ സ്റ്റേഷന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് കൊടുക്കുകയും ചന്ദ്രയാന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ഓർമ്മയുണ്ടല്ലോ, ചന്ദ്രയാന്റെ ലാൻഡറിന് കൊടുത്തിരിക്കുന്ന വിക്രം ലാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വിക്രം എന്നുള്ളത് ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. സതീഷ് ധവാൻ ആണ് ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു. ഫേമസ് ആയിട്ടുള്ള ചെയർമാനാണ് സതീഷ് ധവാൻ. അപ്പൊ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു SHAR ഷാർ എന്നായിരുന്നു അതിന്റെ പേര്. നിലവിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാക്കി മാറ്റി. ഇനി നമുക്ക് അറിയേണ്ടത് എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യം, ചന്ദ്രയാത്രകൾ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 1969 ജൂലൈ 21 ഈ സ്വപ്നം നടന്നു. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ഈ നേട്ടം കൈവരിച്ചു. ആര്? അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തി. ഇവർ സഞ്ചരിച്ച പേടകം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു മൈക്കിൾ കോളിൻസ്. അപ്പൊ ആരൊക്കെയാ പോയത്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ്. വർഷം 1969 ജൂലൈ മാസം 21. ഏതാ വാഹനം? അപ്പോളോ 11. ഏതാ സ്പേസ് സ്റ്റേഷൻ? നാസ. ഓക്കെ ആണല്ലോ, അമേരിക്കയുടെ നാസ. ഇനി ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുന്നത് നമുക്കറിയാം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ വിക്ഷേപിച്ച സ്പുട്നിക് 1. ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാ? സ്പുട്നിക് 1 ആണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ച ഡേറ്റ് 1957 ഒക്ടോബർ 4. ആരാ വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയൻ. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. അപ്പൊ ഈ ഒരു വിക്ഷേപണത്തിനോടനുബന്ധിച്ചിട്ട് ഒക്ടോബർ 4 വിക്ഷേപിച്ചത്. സോ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് അന്താരാഷ്ട്ര തലത്തില് മൊത്തത്തില് എന്താഘോഷിക്കുന്നത്? ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി, അപ്പം വർഷം ഓർത്തു വെച്ചേക്കാം, അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത് 1967 ഒക്ടോബർ 10 വർഷം കഴിഞ്ഞിട്ടാണ്. 1957 ഒക്ടോബർ 4 റഷ്യ സ്പുട്നിക് 1 ആദ്യമായി വിക്ഷേപിച്ചത്. അതിന് 10 വർഷത്തിന് ശേഷം 1967 ഒക്ടോബർ 10 എന്ത് വരുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി വന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ബഹിരാകാശ വാരം ആഘോഷിക്കുന്നത് ഒക്ടോബർ മാസം 4 മുതൽ 10 വരെയാണ്. ചോദിക്കാം. അടുത്തത് പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രയാൻ 1. നമുക്കറിയാം ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ്. അപ്പൊ 2008 ഒക്ടോബർ 22, എല്ലാ വർഷവും ചോദിക്കും. 2008 ഒക്ടോബർ 22 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇത് വിക്ഷേപിച്ചു. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുകയായിരുന്നു ചന്ദ്രയാൻ 1 ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്ത ചന്ദ്രയാൻ 2, രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ചന്ദ്രയാൻ 2 ലക്ഷ്യം. ദെൻ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം. അപ്പം സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യത്തെ രാജ്യം നമ്മളാണ്. അത് ഏതിലൂടെയാ? ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പൊ വിജയകരമായിരുന്നു ചന്ദ്രയാൻ 3. ഓക്കെ ആണല്ലോ. അതുപോലെ ഇന്ത്യയുടെ മറ്റു പദ്ധതികളാണ്. ഒന്ന് മംഗൾയാൻ. എന്തിനു വേണ്ടിയിട്ടാണ് മംഗൾയാൻ വിട്ടത്? ചൊവ്വ പര്യവേഷണത്തിന് വേണ്ടിയിട്ട്. ദെൻ ആദിത്യ L1
സൂര്യന്റെ പര്യവേഷണത്തിന് വേണ്ടിയിട്ട്. ഗഗയാൻ എന്തിനു വേണ്ടിയിട്ടാ? ബഹിരാകാശ പര്യവേഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയാനുള്ളത്. ഇനിയും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചില ഡേറ്റുകളാണ്. അതിനകത്ത് ഒന്നാമത്തത് മംഗൾയാൻ 1ന്റെ വിക്ഷേപണ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മംഗൾയാൻ 1 വിക്ഷേപിച്ചത് നവംബർ 5, 2013 എന്നാണ്. നവംബർ 5, 2013 മംഗൾയാൻ വിക്ഷേപിച്ചത്. ദെൻ ഇൻസാറ്റ് 1 വിക്ഷേപിച്ചത് ഏപ്രിൽ 10, 1982 നോട്ട് ചെയ്ത് വെക്കുക. ഇൻസാറ്റ് 1 ഏപ്രിൽ 10, 1982. അതുപോലെ മംഗൾയാൻ നവംബർ 5, 2013. ദെൻ ആദിത്യ L1 വിക്ഷേപിച്ചത് 2 സെപ്റ്റംബർ 2023 2 സെപ്റ്റംബർ 2023 ആദിത്യ L1ന്റെ വിക്ഷേപണം. ദെൻ ISRO നിലവിൽ വന്നത് ഓഗസ്റ്റ് 15, 1969. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ചന്ദ്രയാൻ 1 എന്നാ വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ മാസം 22. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22. ദെൻ ചന്ദ്രയാൻ 3 2023 ജൂലൈ 14. ആര്യഭട്ടയുടെ വിക്ഷേപണം എല്ലാവർക്കും അറിയാം അല്ലേ? ഏപ്രിൽ 19, 1975. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഓരോന്നും ഏതുമായി ബന്ധപ്പെട്ടെന്ന് കണ്ടെത്തി വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹം ആരാ? ചന്ദ്രൻ അല്ലയോ? ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് ആരാണ്? കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് ആരാ? നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് ആരെയാ? റോക്കറ്റിനെയാണ്. ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉപഗ്രഹം എന്ന് വിളിക്കുന്നത്. സ്വയം പ്രകാശിക്കുന്നത് നക്ഷത്രങ്ങൾ അഥവാ ഈ കൂട്ടത്തിൽ സൂര്യനാണ്. സംശയമില്ലല്ലോ. ദെൻ ഒരു പദപ്രശ്നമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പദപ്രശ്നത്തിൽ ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യത്തെ ദൗത്യത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെയാണ് എഴുതേണ്ടത് ആർട്ടമിസ് 2 എന്നാണ് പേര്. എന്താണ്? ആർട്ടമിസ് 2 എന്നാണ്. 2ഉം 1ഉം ഒക്കെ ഉണ്ട് കേട്ടോ. 1 ആണ് ആദ്യത്തേത്, 2ഉം 3ഉം ഒക്കെ ഉണ്ട് പിന്നീട്. അപ്പൊ ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യത്തെ ദൗത്യം ഏതാണ്? ആർട്ടമിസ് ആണ്. ആർട്ടമിസ്. അതുപോലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1 അല്ലയോ? ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആരയച്ചു? റഷ്യ അയച്ചതാണ്. അതുപോലെ ഒരു ആദ്യ ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം ഗലീലിയോയാണ്. അതുപോലെ കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ് അല്ലയോ? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. നിലവിലത്തെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അടുത്ത ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിന്റെ പേരെന്താ? ചന്ദ്രയാൻ എന്നാണ് അല്ലയോ? അതുപോലെ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലസ്കോപ്പിന്റെ പേരാണ് ആസ്ട്രോസാറ്റ്. എന്താണ്? ആസ്ട്രോസാറ്റ്. നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഡേറ്റ് 2015 സെപ്റ്റംബർ 28 ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് നമ്മൾ നിർമ്മിച്ചത്. പേരെന്താ? ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ്. അപ്പം ഇന്ന് പെണ്ണ് ഞാൻ എടുത്തില്ല, അതുകൊണ്ടാണ് 1-2 വട്ടം എടുത്ത് പറയുന്നത്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് പെന്നും കൂടെ ഉപയോഗിച്ചിട്ട് എഴുതിയും കൂടെ നോക്കാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിനകത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും പഠിച്ചതായിരിക്കും. പഠിക്കാത്തവർ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.